ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 3ാം ക്ലാസ്സിലെ 4ാം യൂണിറ്റിൻ്റെ പാഠഭാഗമാണ്. ദ ഫ്ലൈയിങ് ഹൗസ്. ഫ്ലൈയിങ് ഹൗസ് എന്ന് പറഞ്ഞാൽ പറക്കുന്ന വീട് അല്ലേ. അവിടെ തന്നെ ആദ്യം കൊടുത്തിട്ടുണ്ട്, ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ വീട് പറന്നു പോകുന്നതായിട്ടൊരു കാറ്റിൽ വീട് പറന്നു പോകുന്ന ഒരു ചിത്രമാണ് ഈ കാണുന്നത്. കൊടുങ്കാറ്റാണ്. കാറ്റ് വീശുമ്പോൾ വീടും അതിനൊപ്പം തന്നെ പറന്ന് എവിടേക്കോ പറന്നു പോവുകയാണ്. അതിൻ്റെ അകത്ത് ഡൊറോത്തി ഇരിക്കുന്നത് കാണാം. ഡൊറോത്തി മാത്രമല്ലല്ലോ, ഡൊറോത്തിയുടെ കൂടെ അവളുടെ വളർത്തു നായയും കൂടി ആ വീട്ടിലുണ്ട്. നമുക്ക് അടുത്ത പാഠഭാഗം വായിച്ചു നോക്കാം. The storm roared, creak. It lifted the house off the ground. Dorothy and Toto could not run out of the house. Oh my God, our house is flying. Dorothy looked out. She saw fallen trees and broken bridges below. Toto became afraid. He started running here and there inside the house. We are in danger, dear. Dorothy held Toto in her arms. The wind lifted the house higher and higher, over the fallen trees, over the market, over the stream, over the mountains. Dorothy trembled with fear. She couldn't even cry. She could only see the sky and the dark clouds. She closed her eyes. അപ്പോൾ ഇത്രയാണ് അടുത്ത ഒരു പാഠഭാഗത്തിൽ വരുന്നത്. നമുക്കിനി ഇതിൻ്റെ അർത്ഥം നോക്കാം. ദ സ്റ്റോം റോഡ് എന്ന് പറഞ്ഞാൽ ആ ശക്തിയായ കൊടുങ്കാറ്റ് അലറി വന്നു, വളരെ ഉയർന്ന ശബ്ദം ഉണ്ടാക്കി. എങ്ങനെയായിരുന്നു ശബ്ദം? ക്രീക്ക്. ആ ഒരു ശബ്ദമാണ് കൊടുങ്കാറ്റിനുണ്ടായത്. ഇറ്റ് ലിഫ്റ്റഡ് എന്ന് പറഞ്ഞാൽ ഉയർത്തി. ഇറ്റ് എന്ന് പറയുന്നത് കൊടുങ്കാറ്റ്. ഇറ്റ് ലിഫ്റ്റഡ് ദ ഹൗസ് ഓഫ് ദ ഗ്രൗണ്ട്. ആ ഗ്രൗണ്ടിൽ നിന്നും, താഴെ ഭൂമിയിൽ നിന്നും അതിനെ, ആ വീടിനെ അത് ഉയർത്തിക്കൊണ്ടുപോയി കാറ്റ്. ഡൊറോത്തി ആൻഡ് ടൊട്ടോ കുഡ് നോട്ട് റൺ ഔട്ട് ഓഫ് ദ ഹൗസ്. ഡൊറോത്തിക്കും ടൊട്ടോയിനും ആ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഓടി രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഡൊറോത്തി കരയുകയാണ്. ഓ മൈ ഗോഡ്, ആ ഹൗസ് ഈസ് ഫ്ലൈയിങ്. അയ്യോ ദൈവമേ, ഞങ്ങളുടെ വീട് പറന്നു പൊങ്ങുകയാണല്ലോ. ഡൊറോത്തി ലുക്ക്ഡ് ഔട്ട്. ഡൊറോത്തി വേഗം ജനലിൽ കൂടി പുറത്തേക്ക് നോക്കിയപ്പോൾ കണ്ട കാഴ്ച എന്താണെന്നാണ് താഴെ കൊടുത്തേക്കുന്നത്. എന്തൊക്കെയാണ് അവൾ കണ്ടത്? ഷീ സോ. അവൾ കണ്ടു എന്തൊക്കെയാണ്? ഫാളൻ ട്രീസ്. താഴെ വീണ് കിടക്കുന്ന മരങ്ങൾ. ഇതാ നോക്കൂ, ഇവിടെ ഈ ഒരു ചിത്രത്തിൽ നമുക്ക് കാണാമല്ലോ, താഴെ മരങ്ങളൊക്കെ വീണ് കിടക്കുന്നത്. ഫാളൻ ട്രീസ്, ബ്രോക്കൺ ബ്രിഡ്ജസ്, തകർന്ന് കിടക്കുന്ന പാലം കാണാം. ടൊട്ടോ ബിക്കേം അഫ്രൈഡ്. ഇതൊക്കെ കണ്ടപ്പോൾ ടൊട്ടോ, വളർത്തു നായയ്ക്ക് അഫ്രൈഡ് എന്ന് പറഞ്ഞാൽ പേടിയായി, ഭയം തോന്നി. ഹീ സ്റ്റാർട്ടഡ് റണ്ണിങ് ഹിയർ ആൻഡ് ദർ ഇൻസൈഡ് ദ ഹൗസ്. ടൊട്ടോ എന്ത് ചെയ്തു? ആ വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങി. പേടി കൊണ്ട്, ഭയം കൊണ്ട് അവൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവൻ ആ വീടിൻ്റെ ഉള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓടി നടക്കാൻ തുടങ്ങി. ഡൊറോത്തി പറയാണ്, വി ആർ ഇൻ ഡേഞ്ചർ ഡിയർ. അപ്പോൾ ഡൊറോത്തി പറയാണ്, നായ്ക്കുട്ടി, നമ്മൾ അപകടത്തിൽ പെട്ടിരിക്കുകയാണ്. ഡൊറോത്തി ഹെൽഡ് ടൊട്ടോ ഇൻ ഹെർ ആംസ്. ഡൊറോത്തി വേഗം ടൊട്ടോയെ അവളുടെ കൈകളിൽ എടുത്തു. ഹെൽഡ് എന്ന് പറഞ്ഞാൽ എടുക്കുക എന്നുള്ളൊരു അർത്ഥമാണ്. ദ വിൻഡ് ലിഫ്റ്റഡ് ദ ഹൗസ് ഹയർ ആൻഡ് ഹയർ. ആ കാറ്റ് ആ വീടിനെ ഉയർത്തിക്കൊണ്ടുപോയി, വളരെ ഉയരങ്ങളിലേക്ക് ഇങ്ങനെ ഉയർത്തിക്കൊണ്ടുപോയി. ഓവർ ദ ഫാളൻ ട്രീസ്. എന്തിൻ്റെ മേലിലൂടെയാണ്? തകർന്നു കിടക്കുന്ന മരങ്ങളുടെ മേലിലൂടെ. ഓവർ ദ മാർക്കറ്റ്. അവിടെ വീടിൻ്റെ അടുത്തൊരു മാർക്കറ്റുണ്ട്, മാർക്കറ്റിൻ്റെ മേളിൽ കൂടെ. സ്ട്രീം എന്ന് പറഞ്ഞാൽ നദിയുടെ മേളിൽ കൂടെ. ഓവർ ദ മൗണ്ടൻസ്. കുന്നുകളുടെ മേളിൽ കൂടെയൊക്കെയാണ് ആ വീട് പറന്ന് ഉയർന്നു പോയത്. ഡൊറോത്തി ട്രെമ്പിൾഡ് വിത്ത് ഫിയർ. ഡൊറോത്തി പെട്ടെന്ന് ഭയം കൊണ്ട് വിറയ്ക്കാൻ തുടങ്ങി. ഷീ കുഡൻറ്റ് ഈവൻ ക്രൈ. അവൾക്ക് ഒന്നും ഭയന്ന് കരയാൻ പോലും പറ്റിയില്ല, അത്രയ്ക്കും പേടി അവൾക്ക് തോന്നി. ഷീ കുഡ് ഓൺലി സീ ദ സ്കൈ ആൻഡ് ദ ഡാർക്ക് ക്ലൗഡ്സ്. അവൾക്ക് ആകെ കാണാൻ പറ്റിയത് എന്താണ്? ആകാശവും കാർമേഘവും മാത്രമേ അവൾക്ക് കാണാൻ പറ്റുള്ളൂ. ഷീ ക്ലോസ്ഡ് ഹെർ ഐസ്. അവൾ വേഗം അവളുടെ കണ്ണിങ്ങനെ അടച്ചു പിടിക്കാൻ തുടങ്ങി. നമുക്ക് ഭയം വരുമ്പോൾ നമ്മൾ കാഴ്ച കാണാൻ ആഗ്രഹിക്കാത്ത സമയത്ത് നമ്മൾ കണ്ണിങ്ങനെ അടച്ചു പിടിക്കും. അതുപോലെ ഡൊറോത്തി അവളുടെ കണ്ണുകൾ, പേടി കൊണ്ട് അവൾക്ക് കണ്ണ് തുറക്കാൻ പോലും തോന്നിയില്ല. കണ്ണുകൾ ഇങ്ങനെ ഇറുക്കി അടച്ചു പിടിച്ചു. ഇനി നമുക്കിതിൻ്റെ ചോദ്യങ്ങൾ നോക്കാം. വാട്ട് ഡിഡ് ഡൊറോത്തി സീ ഫ്രം ദ ഫ്ലൈയിങ് ഹൗസ്. ഡൊറോത്തി പറന്നു പോകുന്ന ആ വീട്ടിൽ നിന്നും താഴേക്ക് നോക്കിയപ്പോൾ എന്തൊക്കെയാണ് കണ്ടത്? ഇഫ് യു വർ ഡൊറോത്തി വാട്ട് വുഡ് യു ഡു. നിങ്ങളായിരുന്നു ഡൊറോത്തിയുടെ സ്ഥാനത്തെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താനേ? വാട്ട് വിൽ ഹാപ്പൻ ടു ഡൊറോത്തി ആൻഡ് ടൊട്ടോ. ഡൊറോത്തിക്കും ടൊട്ടോയ്ക്കും എന്ത് സംഭവിക്കും? ഇതൊക്കെയാണ് ചോദ്യങ്ങൾ. അപ്പോൾ നമുക്ക് ഈ ചോദ്യങ്ങളുടെ ഉത്തരം എഴുതിയിട്ട് തിരിച്ചു വരാം.
What did Dorothy see from the flying house? ഡൊറോത്തി ആ പറന്നു പോകുന്ന ആ വീടിൻ്റെ മുകളിൽ നിന്ന് നോക്കിയപ്പോൾ എന്തെല്ലാമാണ് കണ്ടത്? അതിൻ്റെ ഉത്തരം എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ വായിച്ച ആ പാരഗ്രാഫിൽ തന്നെ അതിൻ്റെ ഉത്തരം പറയുന്നുണ്ട്. ഷീ സോ, അവൾ കണ്ടു, ഫോളൻ ട്രീസ് ആൻഡ് ബ്രോക്കൺ ബ്രിഡ്ജസ് ബിലോ. അപ്പോൾ എന്താ കണ്ടതെന്ന് ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ഫോളൻ ട്രീസ് എന്ന് പറഞ്ഞാൽ താഴെ വീണ് കിടക്കുന്ന മരങ്ങളും ബ്രോക്കൺ ബ്രിഡ്ജസ്, ഒടിഞ്ഞു കിടക്കുന്ന തകർന്നു കിടക്കുന്ന പാലങ്ങളും കണ്ടു. അപ്പോൾ അതാണ് അതിൻ്റെ ഉത്തരം. വാട്ട് ഡിഡ് ഡൊറോത്തി സീ ഫ്രം ദ ഫ്ലൈയിങ് ഹൗസ്? ഡൊറോത്തി എന്താണ് ആ പറന്നു പോകുന്ന വീട്ടിൽ നിന്ന് നോക്കിയപ്പോൾ താഴെ എന്തെല്ലാമാണ് കണ്ടത്? ഷീ സോ ഫോളൻ ട്രീസ്, അവൾ കണ്ടു വീണ് കിടക്കുന്ന മരങ്ങളും ബ്രോക്കൺ ബ്രിഡ്ജസ്, തകർന്നു കിടക്കുന്ന പാലങ്ങളും താഴെ, ബിലോ എന്ന് പറഞ്ഞാൽ താഴെ കണ്ടു. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഇഫ് യു വർ ഡൊറോത്തി വാട്ട് വുഡ് യു ഡു? നിങ്ങളായിരുന്നു ഡൊറോത്തിയുടെ സ്ഥാനത്തെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്തിട്ടുണ്ടാവുക? അപ്പോൾ അതിൻ്റെ ഉത്തരം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുമ്പോൾ ഡൊറോത്തിയുടെ സ്ഥാനത്ത് നിങ്ങളായിരുന്നു. അപ്പോൾ നിങ്ങൾ താമസിക്കുന്ന വീട് ഇങ്ങനെ പറന്നു പോകുമ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്തായിരിക്കും തോന്നുന്നത്? ചിലപ്പോൾ നമുക്ക് ഉള്ളിൽ ഭയങ്കര പേടി തോന്നും അല്ലേ? ചിലവർക്കാണെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഭയങ്കര ത്രിൽഡ് ആയിരിക്കും. അങ്ങനെ പറന്നു പോകാനായിട്ടൊക്കെ ഇങ്ങനെ ആകാശത്തോടി പറന്നു പോകുന്നതൊക്കെ ഇഷ്ടപ്പെടുന്നവരും ഉണ്ടാവും നമ്മളുടെ കൂട്ടത്തിൽ. അപ്പോൾ അവർക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും. നമുക്ക് 2 ഉത്തരങ്ങളും എഴുതി നോക്കാം. ആദ്യം നമുക്ക് പേടി തോന്നുന്നു എന്നുള്ള ആ ഒരു ഉത്തരം നോക്കാം. ഇതിൻ്റെ ഉത്തരം ഐ വിൽ ബി അഫ്രൈഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ഭയന്ന് പോകും. അപ്പോൾ ഡൊറോത്തിയുടെ സ്ഥാനത്ത് നിങ്ങളായിരുന്നെങ്കിൽ ചില കുട്ടികൾ പേടിയായിരിക്കും അവർക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർ ഐ വിൽ ബി അഫ്രൈഡ് എന്ന് എഴുതുക. ചിലവർക്ക് പറക്കാനൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഐ വിൽ ബി എക്സൈറ്റഡ്, അതായത് നമ്മൾ ഒത്തിരി എൻജോയ് ചെയ്യുന്നു, അതിനെയാണ് സന്തോഷിക്കുന്നു, എൻജോയ് ചെയ്യുന്ന ആ ഒരു വാക്കിൻ്റെ അർത്ഥം, ആ ഒരു വാക്കാണ് എക്സൈറ്റഡ് എന്നുള്ളൊരു വാക്ക്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. വാട്ട് വിൽ ഹാപ്പൻ ടു ഡൊറോത്തി ആൻഡ് ടൊട്ടോ? ഡൊറോത്തിക്കും ടുട്ടോയിനും എന്ത് സംഭവിച്ചിട്ടുണ്ടാകും എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം അവർ കാറ്റത്ത് ഇങ്ങനെ പറന്നു പോവുകയാണല്ലേ. അപ്പോൾ അവർക്ക് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? ഓക്കെ, അപ്പോൾ ഡൊറോത്തിക്കും ടൊട്ടോവിനും എന്തെങ്കിലും അപകടം വന്ന് കാണും അല്ലേ? കാരണം അവർ താമസിക്കുന്ന വീടോട് കൂടെ അവർ പറന്നു പോവുകയാണ്. അപ്പോൾ അത് എവിടെ ചെന്ന് നിൽക്കുമെന്നൊന്നും നമുക്കറിയില്ല. അത് എവിടെയെങ്കിലും ചെന്ന് നിൽക്കുമോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും തട്ടി അത് തകർന്നു പോവുമോ, അങ്ങനെയൊന്നും നമുക്കറിയില്ലല്ലോ. അപ്പോൾ എന്ത് തന്നെ ആയാലും ഒരു അപകടമായിരിക്കും ചിലപ്പോൾ അവർ നേരിടാൻ പോകുന്നത് അല്ലേ? അപ്പോൾ വാട്ട് വിൽ ഹാപ്പൻ ടു ഡൊറോത്തി ആൻഡ് ടൊട്ടു? അതിൻ്റെ ഉത്തരം നമുക്ക് എഴുതാവുന്നത് അവർക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചേക്കാം എന്നുള്ളതായിരിക്കും. അപ്പോൾ നമുക്കതൊന്ന് എഴുതി നോക്കാം. അതിൻ്റെ ഉത്തരം they will be in danger, അവർ അപകടത്തിൽ പെട്ടുപോയേക്കാം എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഇനി നമുക്ക് അടുത്ത പാഠഭാഗത്തിലേക്ക് പോകാം. അടുത്ത പാഠഭാഗം ആ പാഠത്തിൻ്റെ തന്നെ അടുത്തൊരു ഭാഗമാണ് ഇൻ എ സ്ട്രേഞ്ച് ലാൻഡ് എന്ന് പറഞ്ഞാൽ വളരെ വിചിത്രമായ ഒരു നാട്ടിൽ എന്നുള്ളതാണ്. ഇൻ എ സ്ട്രേഞ്ച് ലാൻഡ്, വിചിത്രമായ അല്ലെങ്കിൽ പരിചിതമായ അല്ലെങ്കിൽ പരിചിതമല്ലാത്ത നാട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമുക്ക് ആ ഭാഗം നമുക്കൊന്ന് വായിച്ചു നോക്കാം. Thud, the house landed somewhere. Dorothy opened her eyes. She looked out. Oh, the storm has gone. She came out with Toto. The air was filled with the fragrance of flowers. Birds chirped. Where are we now? She wondered. Toto sniffed around. He looked at Dorothy, puzzled. Dorothy saw some strange people coming towards them. They were smaller than Dorothy but bigger than Toto. They wore hats with tiny bells. Toto barked at them. Calm down, Toto, Dorothy patted him. Hi, little girl, we are Munchkins. Welcome to our land. We are so happy today. You saved us, they said. Dorothy was confused. ഇതാണ്
ഈ ഒരു പാഠഭാഗം. അപ്പോൾ നമുക്കിതിൻ്റെ അർത്ഥം നോക്കാം. thud, the house landed somewhere എന്ന് പറഞ്ഞാൽ ആ വീട് എവിടെയോ ചെന്ന് ലാൻഡ് ചെയ്തു, എവിടെയോ ചെന്ന് അത് നിലയുറപ്പിച്ചു. thud എന്ന് പറയുന്നത് ആ ഒരു വീട് വന്ന ആ ഭൂമിയിൽ പതിക്കുന്ന ഒച്ചയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഡൊറോത്തി ഓപ്പൺ ഹെർ ഐസ്, ഡൊറോത്തി അവളുടെ കണ്ണുകൾ തുറന്നു നോക്കി. അവൾ ആ വീടിൻ്റെ അകത്ത് വളരെ ഭയന്നിരിക്കുകയാണല്ലേ, അപ്പോൾ കണ്ണ് തുറന്നു നോക്കി. ഷീ ലുക്ക്ഡ് ഔട്ട്, അവൾ പുറത്തേക്ക് നോക്കി. ലുക്ക്ഡ് ഔട്ട് എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് നോക്കുക. ഓ ദ സ്റ്റോം ഹാസ് ഗോൺ എന്ന് പറഞ്ഞാൽ എന്താണ്, അയ്യോ അതേ കൊടുങ്കാറ്റ് പോയല്ലോ എന്ന് പറഞ്ഞ് അവൾ വളരെ ആശ്ചര്യപ്പെട്ടു. ഷീ കെയിം ഔട്ട് വിത്ത് ടൊട്ടോ, അവളുടെ വളർത്തു നായ ഉണ്ടല്ലോ ടൊട്ടോയെ, ആ നായ്ക്കുട്ടീൻ്റെ കൂടെ അവൾ പുറത്തേക്ക് വന്നു, ആ വീടിൻ്റെ പുറത്തേക്ക് വന്നു. അപ്പോൾ അവൾ എന്താണ് കണ്ടതെന്ന് നോക്കാം. നമുക്ക് നോക്കാമല്ലോ, ഈ വീട്ടിൽ ആ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട് അവൾ വീടിൻ്റെ ജനാലയിൽ കൂടി പുറത്തേക്ക് നോക്കുന്നതും ഒരു വളരെ വിചിത്രമായ ഒരു സ്ട്രേഞ്ച് ലാൻഡിൽ അവർ എത്തപ്പെട്ടതൊക്കെ കാണാം. ദ എയർ വാസ് ഫിൽഡ് വിത്ത് ഫ്രാഗ്രൻസ് ഓഫ് ഫ്ലവേഴ്സ്. ഇവിടെ ഫ്രാഗ്രൻസ് എന്നുള്ളൊരു വാക്ക് നമ്മൾ ശ്രദ്ധിക്കുക. ഫ്രാഗ്രൻസ് എന്ന് പറഞ്ഞാൽ സുഗന്ധം എന്നുള്ളതാണ് അർത്ഥം. അവിടെ അവൾ എത്തപ്പെട്ട ആ സ്ഥലത്തെ വായു പൂക്കളുടെ സുഗന്ധത്താൽ നിറഞ്ഞ സ്ഥലമായിരുന്നു അത്. ബേർഡ്സ് ചീപ്ഡ് എന്ന് പറഞ്ഞാൽ കിളികളുടെ അവർ ഉണ്ടാക്കുന്ന ശബ്ദം കേൾക്കാം. വെർ ആർ വി നൗ ഷീ വണ്ടേർഡ്. അപ്പോൾ അവൾ ചോദിക്കുകയാണ്, വെർ ആർ വി നൗ, നമ്മളിപ്പോൾ എവിടെയാണ്, ടൊട്ടോയുടെ അടുത്ത് ചോദിക്കുകയാണ്. ടൊട്ടോ സ്നിഫ്ഡ് അറൗണ്ട് എന്ന് പറഞ്ഞാൽ ലുക്ക്ഡ് അറൗണ്ട് എന്നുള്ളതാണ്. എല്ലായിടത്തും സെർച്ച് ചെയ്യുക, എല്ലായിടത്തും ഇങ്ങനെ തിരിഞ്ഞ് നോക്കുക. ടൊട്ടോ എല്ലായിടത്തും കണ്ണോടിച്ച് നോക്കി. ഹി ലുക്ക്ഡ് അറ്റ് ഡൊറോത്തി പസിൽഡ്. അവൻ ഡൊറോത്തിയെ നോക്കി. എങ്ങനെയാണ് നോക്കിയത്? പസിൽഡായിട്ടാണ് നോക്കിയത്. പസിൽഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ട്, അതായത് നമ്മളിപ്പോൾ എവിടെയാണ് എന്നുള്ള ആ ഒരു ആകാംക്ഷയോടെ അല്ലെങ്കിൽ ഒരു ആശ്ചര്യത്തോടെ അവൻ നോക്കി. ഡൊറോത്തി സോ സം സ്ട്രേഞ്ച് പീപ്പിൾ കമ്മിങ് ടുവേർഡ്സ് ദം. ഡൊറോത്തി കുറേ സ്ട്രേഞ്ച് ആയിട്ടുള്ള ആളുകൾ, സ്ട്രേഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് പരിചയമില്ലാത്തത് അല്ലെങ്കിൽ ഇതിനു മുന്നേ കണ്ടിട്ടില്ലാത്ത കുറച്ച് ആളുകൾ അവരുടെ അടുത്തേക്ക് വരുന്നത് കണ്ടു. എന്താണ് അവരുടെ പ്രത്യേകത? ദേ വർ സ്മോളർ ദാൻ ഡൊറോത്തി ബട്ട് ബിഗർ ദാൻ ടൊട്ടോ. അവരുടെ പ്രത്യേകത എന്തായിരുന്നു? ദേ വർ സ്മോളർ എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറുതായിരുന്നു, വളരെ വലിപ്പം കുറഞ്ഞ ആളുകളായിരുന്നു. ദാൻ ഡൊറോത്തിയിലും വലിപ്പം കുറഞ്ഞ ആളുകൾ, എന്നാൽ ബട്ട് ബിഗർ ദാൻ ടൊട്ടോ. അവരുടെ വളർത്തുനായ ഉണ്ടല്ലോ ടൊട്ടോയിനേലും ബിഗറായിട്ടുള്ള വലുതായിട്ടുള്ള ആളുകളായിരുന്നു സൈസ് വെച്ച് നോക്കുമ്പോൾ. ദേ വോ ഹാറ്റ്സ് വിത്ത് ടൈനി ബെൽസ്. അവരെന്താണ് ധരിച്ചിരുന്നത്? വോർ എന്ന് പറഞ്ഞാൽ ധരിക്കുക, വിയർ എന്നുള്ള വാക്കിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് വോർ. ദേ വോ ഹാറ്റ്സ് വിത്ത് ടൈനി ബെൽസ്. ഹാറ്റ്സ് ആണ്, അതായത് തൊപ്പി. അവർ തലയിൽ തൊപ്പി വെച്ചിട്ടുണ്ടായിരുന്നു. ആ തൊപ്പിയുടെ കൂടെ ടൈനി ബെൽസ്, വളരെ ചെറിയ ബെല്ല്, മണികൾ തൂക്കിയിട്ടിരിക്കുന്ന തൊപ്പികളായിരുന്നു അവർ ധരിച്ചിരുന്നത്. ടൊട്ടോ ബാക്ക്ഡ് അറ്റ് ദം. ടൊട്ടോ അവരെ കണ്ടപ്പോൾ കുരയ്ക്കാൻ തുടങ്ങി. ബാക്ക് എന്ന് പറഞ്ഞാൽ പട്ടി ഉണ്ടാക്കുന്ന ആ ഒരു ശബ്ദം, കുരയ്ക്കുന്ന ശബ്ദത്തെയാണ് ബാക്ക് എന്ന് പറയുന്നത്. കാം ഡൗൺ ടൊട്ടോ, ഡൊറോത്തി പാറ്റഡ് ഹിം. ഡൊറോത്തി വേഗം ആ വളർത്തുനായോട് പറഞ്ഞു, കാം ഡൗൺ, ശബ്ദമുണ്ടാക്കില്ലേ, മിണ്ടാതിരിക്കുന്നുള്ള അർത്ഥത്തിൽ ടൊട്ടോയുടെ അടുത്ത് പറഞ്ഞു. കാം ഡൗൺ. ഡൊറോത്തി പാറ്റഡ് ഹിം. അവനെ ഇങ്ങനെ ഒന്ന് തട്ടിയിട്ട് പറഞ്ഞു. പാറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ചെറുതായിട്ട് കൈകൊണ്ട് ഇങ്ങനെ തട്ടുന്നതിനെയാണ് പാറ്റഡ് ഹിം. ഹായ് ലിറ്റിൽ ഗേൾ, വി ആർ മഞ്ച്കിൻസ്, വെൽക്കം ടു അവർ ലാൻഡ്, വി ആർ സോ ഹാപ്പി ടുഡേ, യു സേവ്ഡ് അസ്. അപ്പോൾ എന്താണ് അവർ പറഞ്ഞതെന്ന് നോക്കാം. ഹായ് ലിറ്റിൽ ഗേൾ, ഹായ് പെൺകുട്ടി, വി ആർ മഞ്ച്കിൻസ്. ഞങ്ങൾ ആരാണ്? മഞ്ച്കിൻസ് ആണ്. അവരുടെ തന്നെ പരിചയപ്പെടുത്തി. അവർ എന്താ പേര് പറഞ്ഞത്? മഞ്ച്കിൻസ്. വെൽക്കം ടു അവർ ലാൻഡ്. വെൽക്കം എന്ന് പറഞ്ഞാൽ എന്താ? സ്വാഗതം, ഞങ്ങളുടെ നാട്ടിലേക്ക് സ്വാഗതം. വി ആർ സോ ഹാപ്പി ടുഡേ. ഞങ്ങൾക്കിന്ന് വളരെ സന്തോഷമുള്ള ദിവസമാണ്. യു സേവ്ഡ് അസ്. നീ ഞങ്ങളെ എല്ലാവരെയും രക്ഷിച്ചു. ദേ സെഡ്. ഡൊറോത്തി വാസ് കൺഫ്യൂസ്ഡ്. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഡൊറോത്തിക്ക് ഭയങ്കര കൺഫ്യൂഷനായി. എന്താണ്? അവർ പറഞ്ഞു, നീ ഞങ്ങളെ രക്ഷിച്ചു എന്ന് പറഞ്ഞു. അതെങ്ങനെയാണ് അവർ ഇവരെ രക്ഷിച്ചത്? അവൾ ആദ്യമായിട്ടല്ലേ കാണുന്നത് ഇവരെ. അപ്പോൾ അത് കേട്ടപ്പോൾ ഡൊറോത്തിക്ക് ഭയങ്കര കൺഫ്യൂഷനായി. അപ്പോൾ ഇതിൽ ചോദിച്ചേക്കുന്ന ചോദ്യം നോക്കാം. വൈ വാസ് ഡൊറോത്തി
കൺഫ്യൂസ്ഡ്. എന്തുകൊണ്ടാണ് ഡൊറോത്തി കൺഫ്യൂസ്ഡ് ആയത്? എന്തുകൊണ്ടായിരിക്കാം ഡൊറോത്തി കൺഫ്യൂസ്ഡ് ആയത്? അവർ യു സേവ്ഡ് അസ് എന്ന് പറഞ്ഞപ്പോൾ, നീ ഞങ്ങളെ രക്ഷിച്ചു എന്ന് പറഞ്ഞത് കേട്ടപ്പോഴാണ് അവൾ കൺഫ്യൂസ്ഡ് ആയത്. അപ്പോൾ അതിൻ്റെ ഉത്തരം നമുക്ക് എഴുതി നോക്കാം. Dorothy was confused because the Munchkin said, "You saved us." അപ്പോൾ ഡൊറോത്തി കൺഫ്യൂസ്ഡ് ആവാൻ കാരണം മഞ്ച്കിൻസ് വന്ന് പറഞ്ഞു, നീ ഞങ്ങളെ രക്ഷിച്ചു എന്ന് പറഞ്ഞതുകൊണ്ടാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.